ഒരു ഘട്ടത്തിൽ ഇവന് മനസ്സിലാവുകയാണ് എന്തായാലും ഇവന് സമാധാനപൂർണ്ണമായ ജീവിതം ഇനി ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്നുള്ളത്. അതോടുകൂടി ഇവൻ്റെ മനോനില ആകെ തകരുകയാണ്. ആത്മഹത്യ എന്നുള്ള സൊല്യൂഷനിലേക്ക് എത്തിപ്പെടുന്നു. അത് ചിന്തിച്ച് വരുമ്പോഴാണ് താനില്ലാണ്ടാവുന്ന ഈ ലോകം തന്നെ എന്തിനാണ്? അപ്പോൾ തനിക്ക് പറ്റുന്ന പോലെ ഈ ലോകത്തെ കൂടെ നശിപ്പിച്ചിട്ട് പോകണം എന്നുള്ള ചിന്താഗതിയിലേക്ക് മാറുകയാണ് അയാൾക്ക് അതിന് മാത്രം പ്രാപ്തിയുള്ള എന്തെങ്കിലും പ്രകടശേഷിയുള്ള അത്രയും വലിയ ആയുധങ്ങൾ കിട്ടുകയാണെങ്കിൽ ഈ ലോകത്തെ മൊത്തം നശിപ്പിച്ചിട്ടേ പോവുള്ളൂ അയാൾ. അത്തരമൊരു ചിന്താഗതിയാണ് അയാൾക്ക്. അതിന് കഴിയാത്തതുകൊണ്ട് അയാൾക്ക് ചുറ്റുമുള്ള ആൾക്കാരെ ഏറ്റവും പക തോന്നിയ 2-3 പേരെ കൊല്ലുന്നു. ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരെയും കൂടെ കൂട്ടിന് വിളിക്കുന്നു. ഇതിന്ന് രക്ഷപ്പെട്ട കുറച്ച് പുള്ളികളുണ്ട് കേട്ടോ. ഈ കടം കൊടുത്ത ആൾക്കാർ പ്രഷർ കൊടുത്തിട്ടായിരിക്കുമല്ലോ അന്നേ ദിവസം ഈ ക്രൂരകൃത്യം ചെയ്യാൻ വേണ്ടി അന്നേ ദിവസം തിരഞ്ഞെടുത്തത്. അപ്പോൾ അത്തരം പ്രഷർ കൊടുത്ത ആൾക്കാർ ഇതിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ പോലീസിനോട് ഇവൻ ചെന്ന് പറയുന്ന സമയം വരെ ഇത് ചെയ്തത് ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആ നേരം കൊണ്ട് അവൻ ഇവരുടെ അടുത്തേക്കാണ് പോയതെങ്കിൽ 1-2 പേരെ കൂടെ അറ്റാക്ക് ചെയ്യാനുള്ള സമയം ഇവന് കിട്ടുമായിരുന്നു. പക്ഷെ അവൻ അത് ചെയ്തിട്ടില്ല. അവർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. ഈ വെഞ്ഞാറമൂട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഓരോ മണിക്കൂറിലും ഓരോ പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേറ്റവും അവസാനമായി വന്നിരിക്കുന്നത് ഈ പാങ്ങോട് പോലീസ് ഈ പയ്യൻ്റെ മൊഴിയെടുക്കാൻ ചെന്നു. ആ ചെന്ന സമയത്ത് ഇവൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ പെൺകുട്ടിയെ, ഈ കാമുകിയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ 4 പേരെ കൊന്ന കാര്യങ്ങൾ മുഴുവൻ, കഥകൾ മുഴുവൻ അവളോട് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ട് ഷോക്കായിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, നമ്മളിനി ഇങ്ങനെ ജീവിക്കും, ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അത്രേ. അപ്പോൾ ആ ചോദ്യം വരുന്ന അതിന് മറുപടിയായിട്ടാണ് മൂപ്പര് ഈ ചുറ്റികെടുത്ത് ആ കൊച്ചിൻ്റെ നേർക്ക് വീശിയിട്ട് ആ കൊച്ചിനെ കൊലപ്പെടുത്തുന്നത്. ഇതിപ്പോൾ ഏറ്റവും അവസാനം വന്ന ന്യൂസാണ്. അത് കുറച്ച് മുമ്പേ ഈ പയ്യൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത്. മൂപ്പരവിടെ ലോക്കായി കിടക്കായിരുന്നു. അവിടെ സാമ്പത്തിക കടബാധ്യതയൊക്കെ വരുത്തി വെച്ചിട്ട് പുറത്ത് കിടക്കാൻ വഴിയില്ലാതെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും സന്നദ്ധ സംഘടനകളൊക്കെ ഇടപെട്ടിട്ട് മൂപ്പരെ എത്തിച്ചിട്ടുണ്ട്. മൂപ്പരുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അവരുടെ സാമ്പത്തിക സ്ഥിതിയും ഈ ചെക്കൻ്റെ മാനസികാവസ്ഥയും മാനസിക നിലയും, ഒരുപാട് കാര്യങ്ങൾ അത് വരും മണിക്കൂറുകളിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നു. നമ്മൾ കാത്തിരിക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ ഈ പയ്യൻ എത്തിപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവാത്തത്. അപ്പോൾ അതിലേക്ക് നയിച്ച ചില ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്, ഇവർ ലാവിഷായിട്ട് ജീവിച്ച് തുടങ്ങിയ ഫാമിലിയാണ്. ഇവരുടെ അച്ഛൻ ഗൾഫിലേക്ക് പോവുകയും അവിടെ ഒരു സ്പെയർ പാർട്സ് കട തുടങ്ങുകയും അത് വിജയിക്കുന്നു. അതിനോട് അനുബന്ധിച്ച് മറ്റൊരു കട തുടങ്ങി, വീണ്ടും ഒരു കട തുടങ്ങി. ഇങ്ങനെ മറ്റൊരു യൂസഫ് അലി ആവാനുള്ള ഒരു തയ്യാറെടുപ്പോടുകൂടി മൂപ്പരിങ്ങനെ വളർന്നു വരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇവർ ഫുൾ ലാവിഷിൽ ജീവിച്ചുകൊണ്ടിരുന്ന കുടുംബമായിരുന്നു. അന്ന് വലിയ വീടും കാറും ബുള്ളറ്റും എല്ലാം ഫുൾ ലാവിഷ്. ഇതിൻ്റെ എല്ലാം അവസാനം ഇത് തകർന്നു തുടങ്ങുന്ന ഒരു ഘട്ടം വരുന്നു. സാമ്പത്തിക സ്ഥിതി മോശമാകുന്ന ഘട്ടം വരുന്നു. അവിടുത്തെ ഒരു കട ഒഴിവാക്കുന്നു, രണ്ടാമത്തെ കട ഒഴിവാക്കുന്നു, കടം കയറി അവിടുന്ന് വാങ്ങിച്ച കടം തിരിച്ചു കൊടുക്കാൻ വഴിയില്ലാതാവുന്നു. ഈ നാട്ടിൽ നിന്ന് ഉമ്മയെ വിട്ടിട്ട് ഉമ്മയുടെ അടുത്ത് കടം വാങ്ങിപ്പിക്കുന്നു. ആ കടങ്ങൾ പെരുകുന്നു. ഇത്തരം കടങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഇവരുടെ ഈ ലാവിഷ്നെസ് കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയം. ആ ജീവിതത്തിൻ്റെ ലാവിഷ് അതാണ് ഇവിടെ കൊണ്ടെത്തിച്ചത്. അതിന്ന് ഒരു പടി പോലും താഴേക്ക് പോകാൻ ഇവർ തയ്യാറായിട്ടില്ലായിരുന്നു എന്നുള്ളതിലുപരി ഈ പയ്യൻ തയ്യാറായിട്ടില്ലായിരുന്നു. ഇവൻ പലതും ശ്രമിച്ചിട്ടുണ്ടാവും. ചുളിവിൽ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കാനുള്ള പല വഴികളും നോക്കി കാണും. ആ വഴികളിലൊക്കെ കൊണ്ട് ചിലപ്പോൾ പൈസ തൊലച്ച് കാണും. ആ വഴിക്കും കടങ്ങൾ കയറി കാണും. അങ്ങനെ കടത്തിന് മുകളിൽ കടമായി
ഇനി ആരും കടം തരാനില്ല എന്നുള്ളൊരു സാഹചര്യം വരുന്നു. ബന്ധുക്കളും കൈയൊഴിയുന്നു. കാരണം ബന്ധുക്കളുടെ അടുത്തൊക്കെ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടാവും. വാങ്ങിച്ചത് തിരിച്ച് മര്യാദയ്ക്ക് കൊടുക്കാത്തതുകൊണ്ടായിരിക്കുമല്ലോ രണ്ടാം പ്രാവശ്യം പോയിട്ട് സഹായിക്കാൻ മനസ്സ് കാണിക്കാത്തത്. അല്ലാതെ ആദ്യം തന്നെ പോയിട്ട് ആരും സഹായിക്കാതിരിക്കില്ല. ബന്ധുക്കൾ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും സഹായിച്ച് കാണും. അപ്പോൾ അത് തിരിച്ച് കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ ഈ ജീവിതത്തിൽ ഇവർ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കുന്നില്ല, ഇവർ അത്രയും കടമായിട്ടും ഇവർ ജീവിതത്തിന് യാതൊരു മാറ്റം കാണുന്നില്ല, ലാവിഷ്നെസ്സിന് ഒരു കുറച്ചിലില്ല എന്നുള്ള ബേസിൽ ഇവർക്ക് പിന്നെ എന്തിനാണ് നമ്മൾ പണം കൊടുത്ത് സഹായിക്കുന്നു എന്നുള്ള നിലയ്ക്ക് സംസാരം വന്നിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഈ ഉപ്പയുടെ ഏട്ടനോടും വല്യമ്മയോടൊക്കെ പക തോന്നാനുണ്ടായ കാരണം. ആ ഉമ്മുമ്മയുടെ മോളാണ് ഇതിനെല്ലാം കാരണം. അതായത് ഈ അഫാൻ്റെ അമ്മ ഈ കുടുംബം ഇങ്ങനെ ആയിത്തീരാനുള്ള കാരണം, നശിക്കാനുണ്ടായ കാരണം ഈ മോളാണെന്നുള്ള ബേസിൽ അവർ നിരന്തരം പ്രായിക്കൊണ്ടിരിക്കും അത്രേ. അതാണ് അവരോട് പക തോന്നാനുണ്ടായ കാരണം എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, അവരുടെ കഴുത്തിൽ വെറുതെ കിടക്കുന്ന ചങ്ങല, അവരുടെ കാതിൽ വെറുതെ കിടക്കുന്ന കമ്മൽ ഇവൻ ചോദിച്ചിട്ട് കൊടുത്തില്ല എന്നുള്ളതും ആവാം. കാരണം ഇവരുടെ ജീവിതം ഇത്രയും ദുസ്സഹമായി പോകുന്ന സാഹചര്യത്തിൽ ഈ ഉമ്മ ഈ ചങ്ങലയൊക്കെ ഇട്ട് നടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതായിരുന്നു ഇവൻ്റെ ചിന്ത. ഇവന് ആരും ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് എങ്ങനെ കാശ് വാങ്ങിച്ച് നമുക്ക് നമ്മുടെ ജീവിതം ലാവിഷായിട്ട് കൊണ്ടുപോകാമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അല്ലാതെ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി നമ്മൾ കഞ്ഞി കുടിച്ചായാലും നമ്മുടെ കടങ്ങളൊക്കെ വീട്ടി ജീവിക്കണം എന്നുള്ള ചിന്താഗതി ഇവനൊരിക്കലും ഒരു കാലത്തും വന്നിട്ടില്ല. ഇവന് തുടക്കത്തിലുണ്ടായിരുന്ന ലാവിഷിന്ന് ഒരു സ്റ്റെപ്പ് പോലും പുറകോട്ട് പോകാൻ തയ്യാറായില്ല ഒരു കാലഘട്ടത്തിലും. അപ്പോൾ ഇനി അങ്ങനെ പോവുകയാണെങ്കിൽ അത് നമ്മുടെ മരണത്തിന് തുല്യമാണെന്നുള്ള വിചാരത്തിലേക്ക് എത്തുന്നു. ആത്മഹത്യ എന്നുള്ള ലെവലിലേക്ക് ചിന്തിച്ച് തുടങ്ങുന്നു. അപ്പോൾ അത് അമ്മയോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, കൂട്ടാത്മഹത്യ. കാരണം ഇനി നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റില്ല, കാരണം കടംകാർ ചുറ്റുമുണ്ട്, വേറെ ഒരു പോംവഴിയും ഇനി നമ്മുടെ മുമ്പിൽ ഇല്ല എന്നുള്ള അവസ്ഥയിൽ അവർ ആത്മഹത്യ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം. ആ ആത്മഹത്യ പ്ലാൻ ചെയ്യുന്നതിനിടയ്ക്ക് ഇവന് മനംമാറ്റം ഉണ്ടാകും. ഈ ആത്മഹത്യ നമ്മൾ മാത്രം പോയിട്ട് ബാക്കി എല്ലാവരും സൂക്ഷിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ മാത്രം പോയാൽ അതങ്ങനെ ശരിയാവും എന്നുള്ള ചിന്തയുണ്ടാവാം. അതൊരു സാഡിസ്റ്റ് മനോഭാവമാണ്. നമുക്ക് കുറച്ച് നല്ലവരായ മനുഷ്യന്മാരാണെങ്കിൽ അവർ പെട്ടെന്ന് സൂയിസൈഡ് ചെയ്ത് അവസാനിപ്പിക്കുകയേ ചെയ്യുള്ളൂ. അതല്ല, ഇത്തരമൊരു മനോഭാവക്കാരാണെങ്കിൽ നമ്മൾ ഇല്ലാത്ത ഈ ലോകം എന്തിനാണ്? ഈ ലോകത്തെ മൊത്തം നശിപ്പിച്ചിട്ട് വേണം നമ്മളും കൂടെ പോകാൻ എന്നുള്ള ചിന്താഗതിയിലാണ് വരിക. അപ്പോൾ ലോകത്തെ മൊത്തം നശിപ്പിക്കാനുള്ള ഒരു ആറ്റം ബോംബൊന്നും മൂപ്പരുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് മൂപ്പര് ഏറ്റവും അധികമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുള്ള, പക തോന്നിയിട്ടുള്ള കുറച്ച് പേരെ തീർക്കുക, പിന്നെ നമ്മൾ കൂടെ കൊണ്ടുപോകേണ്ട ആൾക്കാരെ കൊണ്ടുപോകുക എന്നുള്ള ആ ഒരു മനോനിലയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടാവാം. അതായിരിക്കും ആത്യന്തികമായിട്ട് അവൻ ചിന്തിച്ചിട്ടുണ്ടാവുക. അവന് അതാണ് ഈ പറഞ്ഞ പോലെ, അവന് അത്രയും പ്രകടശേഷിയുള്ള ഒരു ആയുധം കിട്ടിയിരുന്നെങ്കിൽ ഈ ലോകം മൊത്തം നശിപ്പിച്ചിട്ടേ അവൻ പോവുമായിരുന്നുള്ളൂ. അത്തരമൊരു സാഡിസ്റ്റ് ചിന്താഗതിയിലേക്കാണ് അവൻ മാറിയിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ 5 കൊലപാതകങ്ങളും നടന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ അവനും അവൻ്റെ ഉമ്മയും അനിയനും എല്ലാം വിഷം കഴിച്ചിട്ടോ അല്ലെങ്കിൽ കാമുകിനെയും കൂട്ടി ഉൾപ്പെടുത്തി, ഇനി കാമുകിയുടെ മനസ്ഥിതി എന്താണെന്നുള്ളത് അറിയില്ല. ഇവന് തിരിച്ചു കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നുള്ള ബേസിൽ ഇവൻ വിളിച്ചപ്പോൾ വന്നതാണോ, ഇവനോട് അത്രയും തീവ്രമായ പ്രണയമുള്ളത് കൊണ്ട് ഇവൻ്റെ കൂടെ തന്നെ ഏത് ഘട്ടത്തിലും നിൽക്കുന്ന വാക്ക് കൊടുത്തിട്ടുള്ള കുട്ടിയാണോ, ഇതൊന്നും അറിയില്ല. ഇതെല്ലാം പുറത്തു വരേണ്ട കാര്യങ്ങളാണ് ഇനി. നോക്കാം. അപ്പോൾ ഇത്തരമൊരു മനോനിലയാണ് ആ പയ്യനെ കൊണ്ട് ഈ കൊടും ക്രൂരകൃത്യം ചെയ്യിപ്പിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിന് ശരിക്കും ഉത്തരവാദി ഈ അഫാനാണോ, അഫാൻ മാത്രമാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിന് നേർക്ക്, നമ്മൾ ഓരോരുത്തരുടെയും നേർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള ഉത്തരങ്ങൾ നമ്മൾ സ്വയമേവ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത്തരമൊരു ഘട്ടത്തിൽ നമുക്ക് ആ ചിന്തയോട് കൂടി നമുക്ക് ഈ ടോക്ക് അവസാനിപ്പിക്കാം. ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും മറ്റൊരു കാമുകിയുടെ അന്ത്യം കൂടെ നമ്മൾ കണ്ടിരിക്കുന്നു, ഈ പ്രണയം
പ്രണയിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ജീവൻ പോയ ഒരു പെൺകുട്ടിയുടെ കഥ വീണ്ടും നമ്മൾ കേൾക്കുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് ഇത്രയും പേരും കൂടെ പോയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രണയം എവിടെയാണ് കൊണ്ടെത്തിക്കുന്നത് ഇത്തരക്കാരെ എന്നുള്ളത് കൂടി നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെഷൻ കൂടെ നമുക്ക് നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അടുത്ത് പങ്കുവയ്ക്കാം. അപ്പോൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിലും ചേരാൻ പറ്റും. ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.